ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഡേറ്റ് സ്പെഷ്യൽ അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനാദ്യം എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. നട്ട്സ്, പഞ്ചസാര, ഈത്തപ്പഴം കുരു കളഞ്ഞത് 10 എണ്ണം, പിന്നെ ബൂസ്റ്റ്, പിന്നെ ഐസ്ക്രീം, പിന്നെ കോൺഫ്ലെക്സിന് പകരം ഞാനിവിടെ ഗോതമ്പിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത്, പിന്നെ പാല്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്കിനി ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാല് നന്നായിട്ട് കട്ടപ്പാലല്ലേ, അപ്പോൾ നന്നായിട്ട് അത് ഇടിച്ച് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ഞാൻ മിക്സിയിൽ അടിച്ചപ്പോൾ 2 പ്രാവശ്യം കറുന്ന് ഒച്ച ഇട്ടു. കാരണം വെള്ളമില്ലാത്തതുകൊണ്ട് അപ്പോൾ മിക്സി പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ ഈന്തപ്പഴവും പഞ്ചസാരയും കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ നട്ട്സും ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒരു 10-15 നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ്, ഇത്രയും സാധനമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ ആദ്യമേ ഇതൊന്ന് പാല് മാത്രം ഒന്ന് അടിച്ചായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ നട്ട്സും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ട് അടിച്ചത്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാട്ടോ ഞാനിത് അടിച്ചെടുത്തത്. കാരണം ഭയങ്കര പാടായിരുന്നു കട്ട അടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. ഇപ്പോൾ നമ്മൾ ശരിക്കും അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതായി. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ മധുരം കുറച്ച് ചേർത്താൽ മതി. ഡേറ്റ്സിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ മധുരം കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഐസ്ക്രീമും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 സ്പൂൺ ആണ് ഞാൻ, ഒരു പാക്കറ്റ് പാലിൽ 4 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 10 ഈന്തപ്പഴവും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മധുരം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈന്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഐസ്ക്രീമും പിന്നെ ഗോതമ്പിൻ്റെ അവലും ചേർത്ത് കൊടുത്തു. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയും ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുഞ്ഞുവിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുള്ളി സൂപ്പറാണെന്നാണ് പറയണേ. ഇപ്പോൾ ഇതിന് പുള്ളി കരയും, കാരണം അതിനകത്തിട്ട് ഐസ്ക്രീം കണ്ടിട്ടില്ല. അപ്പോൾ ഐസ്ക്രീം എന്താണെന്നാണ് പുള്ളിയെ ചോദിക്കണം. ഐസ്ക്രീം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഷേക്ക് എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.